അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു അടിപൊളി ഹെലികോപ്റ്ററാണ്. ലാൻഡ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഒരു 5-6 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സാധനം അങ്ങ് പറന്നുപോയി. അപ്പം നമ്മുടെ ഹെലികോപ്റ്റർ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഉറപ്പായിട്ടും നിങ്ങൾക്ക് അയച്ചു തരാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഫസ്റ്റ് വീഡിയോ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ കാണിച്ചത് നമ്മുടെ ഗ്യാരേജ് ആയിരുന്നു. അപ്പം നമ്മുടെ ഗ്യാരേജിന് ഇപ്പോൾ കുറേ അധികം വണ്ടികൾ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി സാധനമാണ്, ഒരു ഹെലികോപ്റ്റർ. അപ്പം കാരണം എൻ്റെ ഇത്രയും നാളത്തെ കളക്ഷനിൽ ഞാൻ എല്ലാ വണ്ടികളും മേടിച്ചുകൊണ്ടിരുന്നത്, കുറച്ച് കാർസ് മേടിക്കാറുണ്ട്. സൂപ്പർ കാർസ് ഉണ്ട്, സ്പോർട്സ് കാർസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ RC കാറുണ്ട്, പിന്നെ ഫോം ഷീറ്റിൽ മെയ്ഡ് ചെയ്ത ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ വണ്ടികൾ, അങ്ങനെ കുറേ അധികം വണ്ടികൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു RC ഹെലികോപ്റ്റർ നമ്മൾ മലേഷ്യയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ഒന്ന് ഗ്യാരേജ് കണ്ടാലോ, നമ്മൾ എന്തൊക്കെ പുതിയത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വണ്ടികൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ RC കാർസാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ലാൻഡ് ക്രൂയിസർ മേടിച്ചിട്ടുണ്ട്, ഡിസ്കവറി ഉണ്ട്, ഡിഫെൻഡർ ഉണ്ട്, പിന്നെ നമ്മുടെ താമരാക്ഷം പിള്ള ബസ്സുണ്ട്, പിന്നെ ട്രെയിനുണ്ട്, പിന്നെ നിസാൻ്റെ സ്കൈലൈൻ ഉണ്ട്. അങ്ങനെ കുറേ അധികം അപ്ഡേറ്റ്സ് നമ്മുടെ ഗ്യാരേജിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹെലികോപ്റ്റർ പറത്താൻ പോവാണ്. അപ്പം കുറേ അധികം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ ഹെലികോപ്റ്റർ പറക്കുന്ന ഇച്ചിരി ടാസ്ക് ഉള്ള പരിപാടിയാണ്, കാരണം കയ്യിൽ നിൽക്കത്തില്ല. കാരണം നമ്മൾ പറത്തുന്ന ടൈമിൽ ചിലപ്പോൾ പറന്നു പോകാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് സിഗ്നൽ വിട്ട് പോകാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ കുറേ അധികം ഉണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് മേടിച്ച ഒരു ഹോബി ഗ്രേഡ് ഹെലികോപ്റ്ററാണ്. RC എറ എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ഈ ഒരു ഹെലികോപ്റ്റർ. അപ്പം എനിക്കധികം ഐഡിയ ഇല്ല എങ്ങനെ പറപ്പിക്കണം എന്നൊക്കെ. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഗ്യാരേജ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്യാരേജിൽ സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പം ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷെൽഫായിട്ട് ഓരോ വണ്ടികളെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ RC സെഗ്മെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മുടെ സ്പീഡ് ബോട്ട്, അതായത് ട്രാക്സിൻ്റെ ഒരു സ്പീഡ് ബോട്ടാണ് M41 വൈഡ് ബോഡി കിറ്റ്. അപ്പം അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ തവണ നമ്മൾ ഓടിച്ചപ്പോഴത്തേക്കും ഇതിൻ്റെ പ്രൊപ്പല്ലർ ഡാമേജ് ആയിരുന്നു. ഇത്തവണ നമ്മൾ നമ്മുടെ പ്രൊപ്പല്ലേഴ്സ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് മെറ്റൽ പ്രൊപ്പല്ലേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കായലിലൂടെയും പുഴയിലൂടെ ഒക്കെ പോകുമ്പോൾ ഈ പായലും പൂപ്പലും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ചെറിയ വള്ളികളൊക്കെ കൊണ്ട് ഈ പ്രൊപ്പല്ലേഴ്സ് ഡാമേജ് ആയിപ്പോവും. അപ്പോൾ കഴിഞ്ഞ് നമ്മുടെ പ്രൊപ്പല്ലർ ഡാമേജ് ആയത് ആ ഒരു കാരണം കൊണ്ടാണ്. അപ്പം ഇത് പ്രൊപ്പല്ലർ ഡാമേജ് ആയിട്ട് പോയി കഴിയുമ്പോൾ ഒരു ചെറിയൊരു കീ എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കും. അപ്പം നമ്മുടെ വണ്ടിയുടെ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്ന് മെറ്റൽ പ്രൊപ്പല്ലേഴ്സിലോട്ടാക്കി. അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ ഒരു ഡ്രൈവിംഗ് സെക്ഷൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. പിന്നീട് നമ്മൾ കുറച്ച് RC ഡിഫെൻഡേഴ്സും പിന്നെ അതുപോലെ ഡിസ്കവറി LC ഒക്കെ മേടിച്ചു. അപ്പം ഇത് അത്യാവശ്യം നല്ല ക്രോളിങ്ങിന് വേണ്ടിയുള്ള വണ്ടികളാണ് നമ്മളിവിടെ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പക്ക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഉടൻ തന്നെ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ താമരാക്ഷം പിള്ള ബസ്സുണ്ട്. അപ്പം ഇത് അത്യാവശ്യം അടിപൊളിയാണ് ഈ സംഭവം, ഈ ബസ്സിനെ കുറിച്ച് പറയാൻ. കാരണം ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇത് പണിതേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റേഴ്സ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തന്നേക്കുന്നത് പ്രണവ് പ്രാടി എന്ന് പറഞ്ഞ ഒരാളാണ്. പുള്ളി ഒരു രക്ഷയില്ലാത്ത ഡിസൈനറാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 3D ഗ്രാഫിക്സ് എഡിറ്ററാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയത് സന്തോഷ് പേരൂർ എന്ന് പറഞ്ഞ ചേട്ടനാണ്. പുള്ളി വേറെ ലെവലാണ്. അപ്പം ഇത്രയും സംഭവങ്ങളാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ 2 സ്റ്റൈലൈസ് ബസ്സാണ്. അത് ഞാൻ ഓൾറെഡി നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് നമ്മുടെ ബ്രാൻഡിൽ നമ്മൾ ഇറക്കിയിരിക്കുന്ന ഒരു ബസ്സാണ് 2. അപ്പം ഇതിനകത്ത് നമ്മൾ എത്തി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നാഗമ്പടം പള്ളിയിൽ നിന്ന്. കാരണം ഈ ഒരു പള്ളി കാരണമാണ് നമ്മുടെ ലൈഫെല്ലാം ചെയ്ത് അങ്ങനെ നാഗമ്പടം പള്ളിയുടെ ബസ് മീൻസ് റൂട്ട് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ബസ് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല രീതിയിലാണ് ഇത് വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത്, അതുപോലെ ഡീറ്റെയിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ സന്തോഷ് പേരൂർ എന്ന് പറഞ്ഞ ചേട്ടനാണ് നമുക്ക് വേണ്ടി ഇത് ചെയ്ത് തന്നേക്കുന്നത്. പിന്നീട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ട്രെയിൻസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ ഡബിൾ ഡെക്കർ ബസ്സസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ലൈക്ക് ഈ ഒരൊറ്റ വീഡിയോയ്ക്ക് അത് തീരത്തില്ല. കാരണം ഒരു 5-6 എപ്പിസോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അത്രയധികം കളക്ഷൻസ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ഉടൻ തന്നെ നമുക്ക് ചെയ്യാം. അപ്പം അത് സ്റ്റേ ട്യൂൺഡ്. അതുപോലെ വേറൊരു അടിപൊളി സംഭവം കാണിച്ചു തരാം. ഇത് ഞാനെടുത്ത ഫോട്ടോസാണ്. ഞാനൊരു കലണ്ടർ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്തവണ 2025 നമ്മുടെ സ്കെയിൽ മോഡലിൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് നമ്മളൊരു കലണ്ടർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് 2024 ബേസ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെച്ചിട്ടുള്ളത് ചെയ്ത് കുറേ പിക്ചേഴ്സാണ്. ദുബായിൽ നമ്മുടെ ബുർജ് ഖലീഫയുടെ അടുത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത കുറേ നല്ല ഫോട്ടോസാണ്. അതുപോലെ തന്നെ ജിമിനിയുടെ ഒരു വിൻ്റർ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട്. അപ്പം ഇതുപോലെ കുറച്ച് അടിപൊളി ഫോട്ടോസ് വെച്ചിട്ട് നമുക്ക് 2025 കലണ്ടർ എന്തായാലും ചെയ്യാൻ പ്ലാനുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഉറപ്പായിട്ടും
നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു അടിപൊളി ഒരു സാധനം കാണിച്ചു തരാം. നമ്മുടെ ഈ RC കാറിനൊക്കെ ടയേഴ്സും ആണല്ലോ. അപ്പോൾ ശരിക്കും ഒറിജിനൽ വണ്ടിയുടെ ടയേഴ്സ് പോലെ തന്നെയാണ് ഈ RC കാർസിൻ്റെ ടയേഴ്സ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം നല്ല കഴുകി തൂത്ത് അടിപൊളിയാക്കി വെച്ചേക്കാണ്. കാരണം ഇത് കണ്ടോ, ശരിക്കും നല്ല ഡീറ്റെയിലിംഗ് ആണ്, ശരിക്കും കറക്റ്റ് പക്ക ഒരു വണ്ടിയുടെ. അപ്പോൾ ഇത് മെയിനായിട്ട് ക്രോളിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, ക്രോളേഴ്സിന് വേണ്ടി. അപ്പം നല്ല മലയൊക്കെ കയറി പോകുമ്പോഴത്തേക്കും ഈ ടയേഴ്സ് ഉണ്ടെങ്കിൽ നല്ല ഗ്രിപ്പ് കിട്ടും. അപ്പം നമ്മളിവിടെ കുറേ ടയേഴ്സ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ അത് RC കാർസിൻ്റെ എല്ലാ റിമോട്ട്സുമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾ സ്കെയിൽ മോഡൽ കളക്ട് ചെയ്തതിന് ശേഷം RCയിലോട്ട് വരുമ്പോഴുള്ള ഒരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ റിയൽ ആയിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും ഒരു ഒറിജിനൽ വണ്ടി ഓടിക്കുന്ന ഒരു ചെറിയൊരു ഫീലാണ് ഈ RC കാർസ് ഓടിക്കുമ്പോൾ. അപ്പോൾ മെയിൻ എക്സാമ്പിൾ വെച്ചാൽ ഈ സ്കൈലൈനൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും ശരിക്കും ഒരു അഡ്രിനലൈൻ നമുക്ക് ലൈക്ക് ഇങ്ങനെ കയറി വരും. കാരണം ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്, ഡ്രിഫ്റ്റ് ചെയ്യുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ്. അപ്പം നമുക്ക് എന്തായാലും ഇനി ഒന്ന് ഹെലികോപ്റ്റർ ഓടിച്ചിട്ട് വരാം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു അടിപൊളി ഹെലികോപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ഹെലികോപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹോബി ഗ്രേഡ് ഹെലികോപ്റ്ററാണ്. അപ്പോൾ നമ്മളിത് മേടിച്ചിരിക്കുന്നത് മലേഷ്യയിൽ നിന്നാണ്. അപ്പോൾ ഞാനൊരു സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഫുള്ള് RC റിലേറ്റഡ് ആയിട്ടുള്ള സ്കെയിൽ മോഡൽ കാർസും പിന്നെ അതുപോലെ ഹെലികോപ്റ്റേഴ്സും എല്ലാം ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു 17 മിനിറ്റ് ഫ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്നത് ഏകദേശം 3 മണിക്കൂർ എടുത്തിട്ടാണ്. അപ്പം നമ്മൾ ഈ ഒരു ഹെലികോപ്റ്റർ ഈ അൺബോക്സ് ചെയ്യുന്നതിന്, അതായത് നിങ്ങൾക്ക് മുമ്പ് ഇന്ന് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊന്ന് ഫ്ലൈ ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെലികോപ്റ്റർ പൊട്ടിച്ചിട്ട് നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ച് പറത്തി കഴിഞ്ഞ ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ലാൻഡ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഒരു 5-6 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സാധനം അങ്ങ് പറന്നുപോയി. അപ്പം ഞാൻ ലൈക്ക് ഇതിൻ്റെ പുറകെ നന്നായിട്ട് ഓടി. അത് കഴിഞ്ഞിട്ട് ഈ സാധനം എവിടെ പോയതാണെന്ന് ഒന്നും പിടികിട്ടുന്നില്ല. പിന്നീട് കുറേ അരിച്ച് പറക്കി ഏകദേശം 3 ദിവസത്തിന് ശേഷം കുറച്ച് പേര് പൂ പറിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഒരു വീട്ടിലിങ്ങനെ കിടക്കുക. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ തിരിച്ച് കിട്ടിയ ഒരു മുതലാണ് ഈ ഒരു ഹെലികോപ്റ്റർ. അപ്പം നമ്മൾക്ക് ഇന്ന് ഈ ഹെലികോപ്റ്റർ നമ്മൾ ഇതേ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഒന്നുകൂടെ പറപ്പിക്കാൻ പോവാം. അപ്പം ഇതിൻ്റെ ഒരു ഫീല് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മോഡലിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. അപ്പം നമുക്ക് ഈ ഒരു ഹെലികോപ്റ്ററിന് 2 കളേഴ്സാണ് വരുന്നത്. ഒന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന പോലത്തെ ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ, പിന്നെ ഒരു മിലിറ്ററി ആർമി കളർ കോമ്പിനേഷനാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് 17 മിനിറ്റ്സ് ഫ്ലൈയിങ് ടൈം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗൈറോ സ്റ്റെബിലൈസ്ഡ് ഒരു ഹെലികോപ്റ്ററാണ്. അപ്പം പിന്നെ അതുപോലെ 1/28 സ്കെയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഈ ഒരു പെട്ടി ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതൊരു റെഡി ടു റൺ ഹെലികോപ്റ്ററാണ്. കാരണം എല്ലാ സംഭവങ്ങളും ഏകദേശം ഫിക്സ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ബാറ്ററി ഇട്ട് ഇതൊന്ന് ഫ്ലൈ ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ബ്രഷ്ലെസ് മോട്ടേഴ്സാണ് ഈ ഒരു ഹെലികോപ്റ്ററിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് അഡീഷണൽ ഇവർ വെച്ചേക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു RC അറയുടെ ഒരു റിമോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു റിമോട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ പ്രൊപ്പല്ലേഴ്സ് വന്നിട്ടുണ്ട്. 2 എന്തെങ്കിലും എവിടെയെങ്കിലും ഇടിച്ച് ഡാമേജ് ആവുമെങ്കിൽ മാറിയിടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻ കേസ് വണ്ടി തട്ടിയാൽ പോലും നമുക്കിതെടുത്ത് സേഫായിട്ടൊന്ന് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഹെലികോപ്റ്റർ ഒന്ന് പറത്തി നോക്കാം. എന്നിട്ട് അതിൻ്റെ ഫണ്ടൊന്ന് നിങ്ങൾക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതിനകത്തൊരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അപ്പം ഫസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ ചെറിയൊരു സൗണ്ട് ബീപ്പ് ചെയ്യും. അതേ ടൈം തന്നെ ഹെലികോപ്റ്ററിലും ഈ ഒരു റെഡ് കളർ ഇൻഡിക്കേഷൻ വരും. പിന്നീട് നമ്മുടെ ഈ ഒരു സ്വിച്ചസ്, അതായത് നമ്മുടെ ഈ ബട്ടൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യുക. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹെലികോപ്റ്റേഴ്സിൻ്റെ പ്രൊപ്പല്ലേഴ്സിന് ഒരു ആക്ഷൻ അവിടെ പ്ലേസ് ചെയ്യും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു ഹെലികോപ്റ്റർ വീടിൻ്റെ പൊക്കത്തോടെ പോകുമ്പോൾ ഭയങ്കര ആശ്ചര്യത്തോടെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. അതേ സെയിം ആശ്ചര്യം തന്നെയാണ് ഈ ഒരു കുഞ്ഞ് ഹെലികോപ്റ്റർ കാണുമ്പോൾ എനിക്ക് കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ഒരു കുട്ടിത്തം ഉണ്ടല്ലോ, ആ ഒരു കുട്ടിത്തം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഇതെല്ലാം കാണുമ്പോൾ ഒരു കൗതുകം തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റ് വീശുമ്പം നമ്മുടെ ഹെലികോപ്റ്ററിനെ കൊണ്ട് കാറ്റങ്ങ് പോകും. ആ ഒരു കുഴപ്പം മാത്രമേ ഞാൻ ഈ ഹെലികോപ്റ്റർ കണ്ടുള്ളൂ. നല്ല രീതിയിൽ നല്ല ഹൈറ്റ് നമുക്ക് ഈ ഒരു ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ഏകദേശം 3-4 തവണത്തെ പ്രാക്ടീസ് കഴിഞ്ഞിട്ടുള്ള ഫ്ലൈ ആണ്. കാരണം ആദ്യത്തെ 2-3 ഫ്ലൈയിൽ എൻ്റെ ഹെലികോപ്റ്റർ നേരെ താഴത്തോട്ട് വീണ് ലാൻഡ് ചെയ്യുമായിരുന്നു. അത് കണ്ടു നിൽക്കുമ്പോൾ തന്നെ ഒരിക്കലും സഹിക്കത്തില്ല. ഏകദേശം 17 മിനിറ്റാണ് ഇതിൻ്റെ ഫ്ലൈയിങ് ടൈം. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു ത്രില്ല് ആസ്വദിക്കാൻ സാധിക്കും. ഒരു C-ടൈപ്പ് ചാർജിങ് കേബിളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് എവിടെ വേണേലും കൊത്തി ഇത് ചാർജ് ചെയ്യാൻ പറ്റും. പുറത്ത് നല്ല വെയിലാണ്, പക്ഷേ ഈ ഒരു വെയിൽ നമ്മളെ തളർത്തത്തില്ല. കാരണം ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ഈ സംഭവം കാണിക്കുന്നത് നമ്മുടെ RC ഹെലികോപ്റ്റർ. അപ്പോൾ നമ്മളിത് ഫുൾ സ്പീഡിൽ ഒന്ന് ഫ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആദ്യം റിമോട്ട് എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ ഓണാക്കാൻ പോവാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമ്മൾ ഈ ഒരു ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഒരു ഐഡിയ ഇല്ല, കാരണം എങ്ങോട്ടാണ് പറക്കുന്നതും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യണമെന്ന്. കാരണം ഫുള്ളി ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നീട് ഈ റിമോട്ട് കൺട്രോൾ പിടിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ലൈക്ക് ഡയറക്ഷൻ ലെഫ്റ്റും റൈറ്റും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞ് നമ്മുടെ ഹെലികോപ്റ്റർ നേരെ താഴെ ലാൻഡ് ചെയ്യുവാണ്. ഞാൻ ഓർത്ത് തവിട് പൊടിയായിരിക്കുന്നു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അപ്പം ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16,500 ആണ്. നമ്മളിത് മലേഷ്യയിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് പറഞ്ഞു നോക്കാം.
നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നമ്മുടെ ഹെലികോപ്റ്റർ മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്കെയിൽ ലുക്കിലുള്ളതാണ് ഈ ഹെലികോപ്റ്റർ. അപ്പം അത്യാവശ്യം നല്ല രീതിയിലാണ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. ഇതൊരു 1/28 സ്കെയിലാണ്. അപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ഇതിൻ്റെ ബാക്ക് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ലോങ് പ്രസ് കൊടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് ഊരാൻ പറ്റും. പിന്നെ ഇതാണ് ഇതിൻ്റെ ബാറ്ററി. അപ്പോൾ ഇത് ലോക്ക് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ നമുക്ക് തുറക്കാവേ. 2 ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിൻ്റെ. അപ്പം ഏകദേശം 17 മിനിറ്റ് നമുക്ക് ഈ ഒരു ഹെലികോപ്റ്റർ ഓടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അതുപോലെ ഇതൊരു സി ടൈപ്പ് ചാർജിങ് പോർട്ടുണ്ട് ഇവിടെ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂർ എടുത്ത് വേണം നമ്മൾ ഈ ഒരു സംഭവം ചാർജ് ചെയ്തെടുക്കണമെങ്കിൽ. അപ്പം 17 മിനിറ്റ് ഓടിക്കണമെങ്കിൽ ഏകദേശം 3 മണിക്കൂർ ചാർജ് ചെയ്യണം. അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇവിടെ കയറ്റി അതിനുശേഷം ഇവിടെ ലോക്ക് ചെയ്തു. പിന്നെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹെലികോപ്റ്റർ ആണാവും. അതുപോലെ തന്നെ ഇവിടെ ഒരു LED ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇവർ. അപ്പം നമുക്കിത് കയറ്റി വെച്ചതിന് ശേഷം ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം. ഓക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹെലികോപ്റ്ററിനെ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഒരു രക്ഷയില്ലാത്ത ഫീലായിരുന്നു ഈ ഹെലികോപ്റ്റർ പറത്തുമ്പോൾ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോബി ഗ്രേഡറായിട്ടുള്ളൊരു ഹെലികോപ്റ്റർ പറത്തുന്നത്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പീഡ് ബോട്ടും ഒറിജിനൽ സ്പീഡ് ബോട്ടുമായിട്ടുള്ള റേസ് എങ്ങനെയായിരിക്കും, ആര് ജയിക്കും. അപ്പം ഇത് അത്യാവശ്യം നല്ലൊരു പവറുള്ളൊരു സ്പീഡ് ബോട്ടാണ് ട്രാക്സിസിൻ്റെ. അപ്പം നമ്മൾ ഈ ഒരു ട്രാക്സിസിൻ്റെ സ്പീഡ് ബോട്ടും പിന്നെ നമ്മുടെ സ്റ്റെപ്പിൻസ് റേക്കിൻ്റെ സ്പീഡ് ബോട്ടുമായിട്ടൊരു റേസ്, ഈ 2 സ്പീഡ് ബോട്ട്സ് തമ്മിൽ, എന്നിട്ട് അതും വേമ്പനാട്ട് കായലിൽ വെച്ച്. അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം അതിൻ്റെ നമുക്ക് അത്യാവശ്യം ഹെലിക്യാം ഷോട്ട്സും പിന്നെ അതുപോലെ തന്നെ കിടിലൻ സിനിമാറ്റിക് ആയിട്ടുള്ള കുറേ അടിപൊളി വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെലികോപ്റ്ററിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.